നമ്മൾ ഗ്ലാസ് എപ്പോക്സി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കാസർഗോഡ് മാലിക് ദിനാർ എത്തിയിട്ടുണ്ട്. പുതിയ സൈറ്റാണ്. വണ്ടിയിൽ വന്നതിൻ്റെ ക്ഷീണമുണ്ട്. വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഗ്ലാസ് എപ്പോക്സി നമ്മൾ ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും കൊടുക്കുന്നുണ്ട്. ഇവിടെ മെറ്റാലിക് ഗ്രേ ആണ് അവിടെ ക്ലയൻറ്റ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ 1200 സ്ക്വയർ ഫീറ്റോളം പവറുണ്ട്. 6/4 കചാരിയ ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ 2 ടോയ്ലറ്റ് ഉണ്ട്. ഇത് റിനോവേഷൻ ചെയ്തിട്ടുള്ള വീടാണ്. റൂമുണ്ട്. കിച്ചണിൽ മാറ്റ് ഫിനിഷാണ്. റൂമുകളുണ്ട്. പിന്നെ ഒരു കൊല്ലം മുന്നേ നമ്മൾ ഇവിടെ ഗ്ലാസ് എപ്പോക്സി നമ്മൾ ചെയ്തിട്ടുണ്ട്. മേലെ ഇത് മുന്നേ റിനോവേഷൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇവിടെ ടോയ്ലറ്റ് ചെയ്യാനുണ്ട് കേട്ടോ. മാറ്റ് എപ്പോക്സി ചെയ്യാനുണ്ട്. ഇതൊക്കെ നമ്മൾ ഗ്ലാസ് എപ്പോക്സി ചെയ്തിട്ടുള്ളതാണ്. ഒരു കൊല്ലം മുന്നേ ചെയ്തിട്ടുള്ള. ആദ്യം മേലെയാണ് പൊളിച്ച് ചെയ്ത്, എന്നിട്ടാണ് താഴേക്ക് വന്നിട്ടുള്ളത്. തരാം. അത് നമ്മൾ അന്ന് ചെയ്ത അതേ ഫിനിഷിങ്ങിൽ തന്നെ ഗ്ലാസ് എപ്പോക്സി ഷൈനിങ്ങോട് കൂടിയിട്ടാണ് നിൽക്കുന്നത്. ഗ്ലാസ് എപ്പോക്സി യൂസ് ചെയ്യണം നല്ലത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാറ്റ് ഫിനിഷ് ഇട്ട് കഴിഞ്ഞാൽ അത് നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഹൗസ് വാമിങ്ങിൻ്റെ അന്ന് തന്നെ കാണുമ്പോൾ നരച്ച് എടുക്കുന്നുണ്ടാവും. അതിന് നല്ലത് ഗ്ലാസ് എപ്പോക്സി തന്നെയാണ്. നമ്മൾ എല്ലായിടത്തും എല്ലാ ക്ലയൻറ്റിനോടും നമ്മൾ ആദ്യം തന്നെ പറയും ഗ്ലാസ് എപ്പോക്സിയാണ് യൂസ് ചെയ്യണത് നല്ലത്. മാറ്റ് എപ്പോക്സി നമ്മൾ പ്രിഫർ ചെയ്യണത് നമ്മൾ വാൾ ടൈലുകൾ, ബാത്റൂം, ഗ്രിപ്പായിട്ടുള്ള ടൈലുകളൊക്കെ ഇല്ലേ, അതിനൊക്കെ നമ്മൾ മാറ്റ് എപ്പോക്സിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് മാറ്റ് നമ്മൾ ചെയ്തിട്ടില്ല. ഒരു കൊല്ലത്തോളമായി ചെയ്തിട്ട്.